ലോക ചാമ്പ്യന്മാരായ അർജന്റീന ക്വാർട്ടർ ഫൈനൽ പോരാട്ടത്തിൽ ഞായറാഴ്ച രാവിലെ 6:30 കളത്തിലേക്ക് ഇറങ്ങുകയാണ്. യൂറോപ്യൻ വമ്പന്മാരായ സ്വിറ്റ്സർലാൻഡാണ് അർജന്റീനയുടെ എതിരാളികൾ. അർജന്റീന വേൾഡ് കപ്പിൽ കളിച്ചതിൽ ഏറ്റവും ശക്തരായ ടീം സ്വിറ്റ്സർലാൻഡ് ആയിരിക്കും. അതുകൊണ്ട് വീറും വാശി നിറയുമെന്ന കാര്യത്തിൽ സംശയങ്ങളൊന്നുമില്ല. ലോക ഫിഫ റാങ്കിങ്ങിലെ 2ാം സ്ഥാനക്കാരും നിലവിൽ ഫിഫ റാങ്കിങ്ങിലെ 14ാം സ്ഥാനക്കാരും തമ്മിലുള്ള കരുത്തുറ്റ പോരാട്ടത്തിനായിരിക്കും ഫുട്ബോൾ ലോകം സാക്ഷിയാവുക. 2014 വേൾഡ് കപ്പിലെ പ്രീ ക്വാർട്ടറിൽ അർജന്റീന സ്വിറ്റ്സർലാൻഡിനെ മറികടന്നായിരുന്നു ക്വാർട്ടർ ഫൈനലിലേക്ക് മുന്നേറിയത്. നീണ്ട 12 വർഷങ്ങൾക്ക് ശേഷം ഇതാ വീണ്ടും അർജന്റീനയും സ്വിറ്റ്സർലാൻഡും തമ്മിൽ വേൾഡ് കപ്പിൽ ക്വാർട്ടർ ഫൈനലിൽ ഏറ്റുമുട്ടുകയാണ്. ടീം സെമിയിലേക്ക് എത്തണം. അതിനുള്ള വലിയ പ്ലാനുകൾ തയ്യാറാക്കുകയാണ് അർജന്റീൻ പരിശീലകനായ സ്കലോണി. ഇപ്പോൾ ഇത് ആരാധകരെ ഞെട്ടിച്ചുകൊണ്ടാണ് സ്കലോണിയുടെ അപൂർവ തീരുമാനം. സ്കലോണിയിൽ നിന്ന് എപ്പോഴെങ്കിലുമൊക്കെ കാണുന്ന ഒന്നുകൂടിയാണിത്. അതായത് സ്കലോണി അർജന്റീനയെ പരിശീലിപ്പിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 7 വർഷമായി. അദ്ദേഹം ഒരു കളിയിൽ ഉപയോഗിച്ച ലൈനപ്പ് അടുത്ത കളിയിൽ ഉപയോഗിക്കുന്നത് വളരെ വിരളമാണ്. സ്കലോണി 7 വർഷം കൊണ്ട് 101 മത്സരങ്ങളിൽ അർജന്റീനയെ പരിശീലിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു കളിയിൽ ഉപയോഗിച്ച അതേ താരങ്ങളെ വെച്ചുകൊണ്ടുള്ള ലൈനപ്പ് വെറും 3 തവണ മാത്രമേ അദ്ദേഹത്തിൻ്റെ കരിയറിൽ ഉപയോഗിച്ചിട്ടുള്ളൂ. ഇപ്പോൾ ഇതാ 4ാം തവണ അതിനൊരുങ്ങുകയാണ് പരിശീലകനായ സ്കലോണി. ഈജിപ്തിനെതിരെ കളത്തിലിറങ്ങിയ അതേ 11നെയും ഉപയോഗിച്ച് തന്നെയായിരിക്കും സ്കലോണി സ്വിറ്റ്സർലാൻഡിനെയും നേരിടുക എന്നാണ് അർജന്റീൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. ഫുട്ബോൾ ലോകത്തെ ഒന്നടക്കം വിറപ്പിച്ചുകൊണ്ടായിരുന്നു അർജന്റീന ഈജിപ്തിനെ മറികടന്നുകൊണ്ട് വമ്പൻ തിരിച്ചുവരവ് നടത്തി ക്വാർട്ടർ ഫൈനലിലേക്ക് ബർത്തുറപ്പാക്കിയത്. അന്ന് കളിപ്പിച്ച അതേ 11 തന്നെയായിരിക്കും സ്കലോണി ഇറക്കുക എന്നാണ് റിപ്പോർട്ട്. അങ്ങനെയെങ്കിൽ ഗോൾ കീപ്പറായി എമിലിയാനോ മാർട്ടിനസ് തന്നെയായിരിക്കും. പ്രതിരോധ നിരയിൽ സെൻട്രൽ ബാക്കുകളായി ലിസാൻഡ്രോ മാർട്ടിനസും ക്യൂട്ടി റൊമീറോയും, റൈറ്റ് ബാക്കിൽ നൗഹേൽ മൊളിനയും, ലെഫ്റ്റ് ബാക്കിൽ നിക്കോളാസ് ടാഗ്ലിയാഫിക്കോയും, മധ്യനിരയിൽ റോഡ്രിഗോ ഡിപോൾ, ലിയാൻഡ്രോ പെരഡസ്, എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കലിസ്റ്റർ, മുന്നേറ്റ നിരയിൽ ലിയണൽ മെസ്സിക്കൊപ്പം ഹൂലിയൻ അൽവരസ് കളത്തിലേക്ക് ഇറങ്ങിയേക്കും. സ്കലോണി തന്റെ കരിയറിൽ ആവർത്തന 11 3 തവണയാണ് ഉപയോഗിച്ചിട്ടുള്ളതെന്ന് നമ്മൾ പറഞ്ഞു. ഈ 3ലും അർജന്റീനയ്ക്ക് പോസിറ്റീവായ റിസൾട്ട് തന്നെയാണ് സംഭവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് സെമി ഫൈനൽ ഉറപ്പാക്കാൻ വേണ്ടി തന്നെയാണ് സ്കലോണി പട സ്വിറ്റ്സർലാൻഡിനെതിരെ ബൂട്ടുകെട്ടാൻ ഇറങ്ങുന്നത്. കൂടുതൽ ഫുട്ബോൾ വാർത്തകൾക്കും വേൾഡ് കപ്പ് വിശേഷങ്ങൾക്കും വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ ഫുട്ബോൾ വാർത്തകളുമായി ഇനിയും കാണാം.